ഹരിതചിന്തകൾ പരിസ്ഥിതി വിഷയങ്ങൾ വിശകലനം ചെയ്യുന്ന പരിപാടി. ആകാശവാണി കവരത്തിയുടെ ഹരിതചിന്തകൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഹരിതചിന്തകൾ എന്ന പരിപാടിയിൽ നമ്മോടൊപ്പമുള്ള അതിഥി മലപ്പുറം ജില്ലയിലെ താനൂർ സ്വദേശിയായ ഷബീർ അഹമ്മദ് KK. കഴിഞ്ഞ ആഴ്ച പ്രക്ഷേപണം ചെയ്തതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം. അപ്പോൾ ഫുഡ് പ്രോസസ്സിങ്ങിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറയാം. ഇപ്പം കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ കോക്കനട്ട് പ്രൊഡ്യൂസ് ആയിട്ടുള്ളൊരു സാധനം ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്മോഡിറ്റി എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി മിഡിൽ ഈസ്റ്റിലോട്ടൊക്കെ പോകുന്ന ഒരു സാധനമാണ് തേങ്ങാപ്പാൽ വളരെ രസകരമായിട്ട് ഇതുപോലെ റിട്ടോർട്ട് ചെയ്തിട്ടും അതുപോലെ കോൾഡ് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടും UAE പോലത്തെ മിഡിൽ ഈസ്റ്റ് പോലത്തെ രാജ്യങ്ങളോട് വെച്ച് എക്സ്പോർട്ട് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ വലിയൊരു സാധ്യത നമുക്ക് ലക്ഷദ്വീപിലുണ്ട്. ചെറിയൊരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇവിടുത്തെ എല്ലാ യൂണിറ്റുകളും കോക്കനട്ട് പ്രൊക്യൂർ ചെയ്ത് കമ്പൈൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ കോക്കനട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് നമുക്ക് മാനുഫാക്ചർ ചെയ്യും. അത് അതിൻ്റെ ഒരു എക്സ്പോർട്ട് മാർക്കറ്റ് കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ട്. രണ്ടാമത് ഫിഷിംഗ് മേഖലയാണ്. ഫിഷിംഗ് മേഖലയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ട്യൂണ ക്യാച്ച് ഉള്ളൊരു ഏരിയ ആണ് ഇവിടെ. അപ്പം ട്യൂണയുടെ റിക്വയർമെൻറ്റും അതുപോലെ പുറം രാജ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളൊരു ഫിഷും കൂടിയാണ്. അപ്പോൾ ട്യൂണ നമ്മൾ ലക്ഷദ്വീപിന് എത്രത്തോളം പുറം രാജ്യങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടോ അതും വളരെ ലിമിറ്റഡാണ്. അതിന് മേജർ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രീസിങ് അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റോറേജ് സാധനം നമുക്ക് ഇവിടെ അവൈലബിലിറ്റി വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു ലക്ഷദ്വീപിന് ഒരു വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു കോൾഡ് സ്റ്റോറേജ് യൂണിറ്റുകൾ ഇവിടെ അവൈലബിൾ അല്ല. ഇന്നത്തെ കാലത്ത് നമുക്ക് ഇപ്പോൾ ഏത് ഭാഗത്ത് നോക്കിയാൽ ആപ്പിൾ എല്ലാ സീസണും കിട്ടും. അതിൻ്റെ മെയിൻ റീസൺ തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്പിൾ സ്റ്റോർ ചെയ്തിട്ടാണ് നമുക്ക് പലപ്പോഴും എത്തുന്നത്. അപ്പോൾ ആപ്പിളിൻ്റെ സീസൺ കഴിഞ്ഞാൽ നമുക്ക് ആപ്പിൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് കോൾഡ് സ്റ്റോറേജിൽ വഴിയാണ് സ്റ്റോർ ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ തക്കാളികളും പച്ചക്കറികളും ഒരു പരിധി വരെ നമുക്ക് കോൾഡ് സ്റ്റോറേജിനകത്ത് സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ലക്ഷദ്വീപിൽ നല്ലൊരു ഡെവലപ്ഡ് ആയിട്ട് കോൾഡ് സ്റ്റോറേജുകൾ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എല്ലാ ത്രൂ ഔട്ട് ദ സീസണിലും നമുക്ക് ഈ ഫുഡ് പ്രോഡക്റ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പം കോൾഡ് സ്റ്റോറേജിന് ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്ന സബ്സിഡി സ്കീമുകളും അതുപോലെ തന്നെ കുറേ ഗവൺമെൻറ് സ്പോൺസേഡ് സ്കീമുകളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി തായ്ലാൻഡ് വിസിറ്റ് ചെയ്തപ്പം അവിടെ സെയിം നമ്മുടെ ലക്ഷദ്വീപിൻ്റെ ഒക്കെ ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റാണ് അവിടെയുള്ളത്. അപ്പോൾ അവിടുത്തെ മേജറായിട്ട് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ അതേ സാധനങ്ങൾ തന്നെ വളരെ സ്മാർട്ടായിട്ട് പാക്ക് ചെയ്യുകയും അതുപോലെ തന്നെ അത് പ്രോപ്പർലി ബ്രാൻഡ് ചെയ്ത് സെല് ചെയ്യുന്ന കുറേ സാധനങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ കോക്കനട്ടിൻ്റെ പ്രൊഡക്ട്സ് എടുക്കുകയാണെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഹയർ പ്രൈസിൽ വാല്യൂ ആഡായി ചെയ്യുന്നുണ്ട്. നമ്മുടെ സെയിം അവൈലബിൾ ആയിട്ടുള്ള കമ്മോഡിറ്റീസാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇളനീര് ഡ്രിങ്ക് പോലും വളരെ സ്മാർട്ടായിട്ട് കട്ട് ചെയ്യുകയും അതൊരു ഇൻസ്റ്റാഗ്രാമുള്ള രീതിക്ക് അവർ സെല് ചെയ്യുന്നതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് തായ്ലാൻഡ്. അതുകൊണ്ട് തന്നെ സെയിം ഓപ്പർച്യൂണിറ്റി നമുക്ക് ലക്ഷദ്വീപിലുണ്ട്. അപ്പം വരുന്ന ടൂറിസ്റ്റുകൾക്ക് നമുക്ക് നന്നായിട്ട് പിച്ച് ചെയ്യാൻ പറ്റുന്നൊരു കമ്മോഡിറ്റിയും കൂടിയാണ്. ഈ കോക്കനട്ടിൻ്റെ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പം ഇതിന് നമുക്ക് കുറേ ഗവൺമെൻറ് സ്പോൺസേഡ് സ്കീംസ് ഉണ്ട്. ആ 2-3 സ്കീമുകളെ കുറിച്ച് ഞാൻ എൻഡ് ഓഫ് ദ ടോക്കിൽ പറയാം. അപ്പം നിങ്ങൾക്കത് കുറച്ചും കൂടി ധാരാളം എൻ്റർപ്രണേഴ്സ് ഈ മേഖലയിട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇനി ഈ അഗ്രിയിൽ ഒരു ടെക്നോളജി കൊണ്ട് എനിക്ക് പറയാനുള്ളത് വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ്. അപ്പം ലക്ഷദ്വീപിൽ നേരിടാൻ പോകുന്ന വലിയൊരു ചലഞ്ച് വേസ്റ്റ് മാനേജ്മെൻ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ അഗ്രി കമ്മോഡിറ്റി വേസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ നോർമൽ വേസ്റ്റുകളാണെങ്കിലും അഗ്രോ വേസ്റ്റുകൾക്ക് ഏറ്റവും വലിയ ചലഞ്ച് വരാകുമ്പോൾ നമ്മൾ നാട്ടിൽ തന്നെ ഇപ്പം ബനാനയാണെങ്കിലും അല്ലെങ്കിൽ പാം ലീവ്സ് അല്ലെങ്കിൽ പാം പോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ള കോക്കനട്ടാണ്. കോക്കനട്ടിൻ്റെ ഓല വെച്ചിട്ട് തന്നെ ധാരാളം സ്ട്രോകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ജ്യൂസ് കുടിക്കുന്ന സ്ട്രോകൾ സൺബേർഡ് എന്ന് പറഞ്ഞൊരു കമ്പനി ചെയ്യുന്നുണ്ട്. അതിൻ്റെ വലിയൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ലക്ഷദ്വീപിലുണ്ട്. നമുക്ക് ഏറ്റവും യൂസ്ഫുൾ അല്ലാണ്ട് നമ്മൾ വേസ്റ്റാക്കി കളയുന്നതാണ് ഈ ഓല വീഴുകയും അത് അവിടെ തന്നെ വീണ് പോയി നശിച്ചു പോകുന്ന രീതിക്കാണ് സാധനം. അതിൻ്റെ ആ ഓല വെച്ചിട്ട് നമുക്ക് സ്ട്രോകൾ ഉണ്ടാക്കുന്ന സ്റ്റാർട്ടപ്സുകൾ ആൾറെഡി കേരളത്തിലും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലും ലൈവായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഈ അഗ്രോ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഭാഗമായിട്ട് എക്സ്പ്ലോർ ചെയ്യാവുന്നേ ഉള്ളൂ. മൂന്നാമത്തെ അല്ലെങ്കിൽ ഒരു അടുത്തൊരു സെഗ്മെൻറ്റ് വെച്ചാൽ ലോജിസ്റ്റിക് മേഖലയാണ്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ കാനഡയും പോലത്തെ രാജ്യങ്ങൾക്ക് കേരളത്തിൽ നിന്ന് ഓണസദ്യ പോലത്തെ സാധനങ്ങളൊക്കെ പോകുന്നതിൻ്റെ ലോജിസ്റ്റിക്സ് അത്രയും വെൽ ഡെവലപ്ഡ് ആയതുകൊണ്ടാണ്. ലക്ഷദ്വീപിൻ്റെ ഒരു ലോജിസ്റ്റിക് ഈ വാല്യൂ ചെയിൻ മാനേജ്മെൻറ്റ് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതിനകത്ത് കൂടുതൽ എൻ്റർപ്രണേഴ്സ് വരാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും വലിയ പ്രതിസന്ധി, അതായത് ലക്ഷദ്വീപിൽ തനതായ പല പ്രോഡക്ട്സും നമുക്ക് എക്സ്പോർട്ട് മാർക്കറ്റിലോട്ട് എത്തിക്കാൻ പറ്റും. അപ്പോൾ ഈ ലോജിസ്റ്റിക്സ് മേഖലയിൽ വലിയ പ്ലേയേഴ്സ് വരികയും അതിനകത്ത് ഭയങ്കരമായൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ വെരി അപ്കമ്മിങ് ഓപ്പർച്യൂണിറ്റി ഇൻ ലക്ഷദ്വീപ് സിനാരിയോയിൽ. ഇനി നമുക്ക് ഗവൺമെൻറ് സ്കീംസുകൾ നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് നമുക്കൊരു എൻ്റർപ്രണർ വരികയാണ്, ഒരു യങ് സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഭാഗത്ത് എന്ത് സബ്സിഡി ആണുള്ളത് ഫസ്റ്റ് നോക്കുക. അഗ്രി നെക്സ്റ്റ് എന്നുള്ളൊരു വേൾഡ് ബാങ്ക് സപ്പോർട്ടഡ് ഒരു സ്കീമുണ്ട്. 25 lakhs ഗ്രാൻഡാണ് അതിന് കൊടുക്കുന്നത്. മോസ്റ്റ്ലി ഓൺ ഈ ക്ലൈമറ്റ് ബേസ്ഡ് ചാലഞ്ചസ് അതുപോലെ ഫാമേഴ്സിന് ഇന്നോവേറ്റീവായി ചെയ്യാൻ പറ്റുന്ന ടെക്നോളജീസ് കൊണ്ടുവരാൻ പറ്റുന്ന സ്റ്റാർട്ടപ്സിനാണ് ഈ അഗ്രി നെക്സ്റ്റ് സ്കീം കൊണ്ടുവരുന്നത്. 25 lakhs ഗ്രാൻഡാണ്. 20 lakhs ഫോർ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റും 5 lakhs ഫോർ മാർക്കറ്റ് വാലിഡേഷന് വേണ്ടിയിട്ടാണ് ഈ സ്കീമിൻ്റെ അകത്ത് കൊടുക്കുന്നത്. അടുത്തത്
വളരെ ഇമ്പോർട്ടൻ്റ് ആയ സ്കീമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആവുകയും ഒരുപാട് ബെനിഫിഷ്യറീസ് എടുത്ത ഒരു സ്കീമും കൂടിയാണ് അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്. ഞാൻ എപ്പോഴും വൗച്ച് ചെയ്യുന്നൊരു സ്കീമാണ്. ഞാൻ പേഴ്സണലി ഒരുപാട് പേർക്ക് നമ്മൾ കൊടുത്തൊരു സ്കീം കൂടിയാണ്. ഇതിൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ കോക്കനട്ട് വാല്യൂ ചെയിൻ, വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്, ഈ ഇപ്പോൾ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന യൂണിറ്റും അതുപോലെ നമ്മുടെ വെർജിൻ ഓയിൽ ഉണ്ടാക്കുന്നതാണെങ്കിലും അതുപോലെ തന്നെ തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്ന യൂണിറ്റ് ആണെങ്കിലും ഇതിൻ്റെയൊക്കെ ആവശ്യങ്ങൾക്കായിട്ട് 2 കോടി രൂപ വരെ നമുക്ക് 6% പലിശയിൽ കിട്ടുന്നൊരു സ്കീമാണ് അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്. ഇതിന് നമുക്ക് 2 കോടി വരെ യാതൊരു കൊലാട്രൽ സെക്യൂരിറ്റിയും വേണ്ട. അപ്പോൾ അതാണ് അതിൻ്റെ ബ്യൂട്ടി. ഇപ്പോൾ ഒരു ഈട് വെക്കാൻ ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈ സ്കീം ചെയ്യാൻ പറ്റുള്ളൂ. അതിന് 6% മാത്രമേയാണ് നമുക്ക് പലിശ ഈടാക്കുന്നുള്ളൂ. അത് അത്രയും ബ്യൂട്ടിഫുൾ ആയ ഒരു സ്കീമാണ്. ഇത് മാത്രമല്ല, അതുപോലെ തന്നെ കോൾഡ് ചെയിനിൻ്റെ കാര്യം പറഞ്ഞു, കോൾഡ് സ്റ്റോറേജിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പം ഈ പഴങ്ങൾ വന്നൊരു ചെറിയൊരു കോൾഡ് സ്റ്റോർ ചെയ്യുന്ന ചെറിയ യൂണിറ്റ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ അതിനെ തരംതിരിക്കുന്ന ഗ്രേഡിങ് യൂണിറ്റുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കണം. അതിനൊക്കെ കെട്ടാനും ഈ ഹാർവെസ്റ്റ്, അതായത് വിളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ടാവുന്ന എല്ലാ പ്രോസസ്സിനുണ്ടാവുന്ന എല്ലാ ആക്ടിവിറ്റീസിനും 2 കോടി രൂപ വരെ 6% പലിശയ്ക്ക് നമുക്ക് ഈ സ്കീമിൻ്റെ അകത്ത് ലോൺ എടുക്കാവുന്നുള്ളൂ. ഒട്ടുമിക്ക ബാങ്കുകളും ഈ സ്കീം വളരെ അഗ്രസീവായിട്ട് തന്നെ ലെൻഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അപ്രൂവൽസൊക്കെ വളരെ ട്രാൻസ്പാരൻ്റ് ആണ്. നമുക്ക് ഓരോ ക്വാർട്ടറിൽ ഇതിൻ്റെ ബാങ്കുകൾ സാധാരണ 9% ഇതിന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുക, 3% ഇതിൻ്റെ പലിശയിലെ ഇളവായിട്ടാണ് വരുന്നത്. അപ്പം ഓരോ ക്വാർട്ടറിലും ഈ 3% പലിശ നമുക്ക് അക്കൗണ്ടിലോട്ട് തിരിച്ചു കിട്ടും. അങ്ങനെ നെറ്റായിട്ട് 6% പലിശ ഉണ്ടാവുന്നുള്ളൂ. ഇനി കോൾഡ് സ്റ്റോറേജുകൾക്ക് ഇത് കൂടാണ്ട് NHBയുടെ ഒക്കെ ഒരുപാട് സബ്സിഡികൾ അവൈലബിൾ ആണ്. ക്യാപിറ്റൽ സബ്സിഡികളാണ് 30 to 35% വരെ. ഇപ്പോൾ നിങ്ങൾ ഒരു കോടിയുടെ യൂണിറ്റ് കെട്ടുകയാണെങ്കിൽ 1 കോടി വരുന്ന ഒരു കോൾഡ് സ്റ്റോറേജ് കെട്ടുകയാണെങ്കിൽ അതിന് ഏകദേശം 30 ലക്ഷത്തോളം സബ്സിഡികൾ അവൈലബിൾ ആണ്, ക്യാപിറ്റൽ സബ്സിഡികൾ. അപ്പം അതാണ് ഈ AF പ്ലസ്. AFൻ്റെ ഒരു ബ്യൂട്ടി, നമ്മൾ AFൻ്റെ അകത്തൊരു ലോൺ എടുത്തു കഴിഞ്ഞാൽ മറ്റ് സബ്സിഡി സ്കീമുകളുമായിട്ട് ഇത് ക്ലബ് ചെയ്യാൻ പറ്റും, മെർജ് ചെയ്യാൻ പറ്റും. ഈ കൺവെർജൻസ് ആണ് ഈ AFൻ്റെ ഒരു ബ്യൂട്ടി. ഈ AF എന്ന് പറഞ്ഞാൽ അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്നാണ് സ്കീമിൻ്റെ പേര്. നിങ്ങൾക്കത് ഗൂഗിൾ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ, വളരെ അവൈലബിൾ ആണ്. ഈ ഫിനാൻഷ്യൽ ഒരു സ്കീം എൻഡ് ചെയ്തു, പക്ഷേ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ വന്നിട്ടുണ്ട്. ജൂൺ 30 വരെ ഈ സ്കീം അവൈലബിൾ ആണ്. അപ്പോൾ ഒബ്വിയസ്ലി അതിൻ്റെ നിങ്ങളിപ്പം വർക്ക് തുടങ്ങിയതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് പ്രൊജക്റ്റുകൾ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കാം. അപ്പം AFൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു എങ്ങനെയാണ് അതിൻ്റെ അകത്ത് ലോൺ എടുക്കാമെന്ന് ഞാൻ പറയാം. നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രൊജക്റ്റ്, ഇപ്പം വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റാണ്, തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റാണ്, അല്ലെങ്കിൽ ഒരു കോൾഡ് സ്റ്റോറേജ് യൂണിറ്റാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു തരംതിരിക്കുന്ന യൂണിറ്റുകളാണ് ഒക്കെ ആണെങ്കിൽ ആദ്യം ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കുക, DPR എന്ന് പറയും. അപ്പോൾ ആ പ്രൊജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് AFൻ്റെ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം. പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോർട്ടൽ നമുക്ക് കാണാൻ പറ്റും. അത് അപ്രൂവ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു മെസ്സേജ് കൺഫർമേഷൻ വരും. എന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് തന്നെ ഏത് ബാങ്കിലാണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഡീറ്റെയിൽസൊക്കെ മുൻകൂട്ടി തന്നെ കൊടുക്കണം. എന്നിട്ട് ഈ ബാങ്കിൽ നമ്മൾ കൊടുത്ത് ലോൺ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഈ എമൗണ്ട്, നിങ്ങളുടെ സബ്സിഡിയുടെ തുക, ഈ ഇൻട്രസ്റ്റ് സബ്സിഡിയുടെ തുക മാറ്റിവെക്കുകയും അത് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ്. ഇനി മറ്റ് സ്കീമുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ AF അല്ലാണ്ട് വേറൊരു സ്കീമുണ്ട്, PMFME എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് ക്യാപിറ്റൽ സബ്സിഡിയാണ്. ഇതുപോലെ ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റുകൾക്കാണ് നിങ്ങൾ ഇതുപോലെ ഇപ്പം വാല്യൂഡ് പ്രോഡക്ട്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റുകൾക്കാണ് കൂടുതലായിട്ട് PMFME എന്ന് പറയുന്ന സ്കീം വരുന്നത്. 35% ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡിയാണ് അതിന് വരുന്നത്. മാക്സിമം 10 lakhs രൂപയാണ് അതിന് കിട്ടുക. ഇപ്പോൾ ലക്ഷദ്വീപിൽ ഒരു ലാർജ് സ്കെയിലായ യൂണിറ്റിൻ്റെ ഒരു പോസിബിലിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് ഒരു മിഡ് സെഗ്മെൻ്റ് ആയ യൂണിറ്റുകളായിരിക്കും പലപ്പോഴും ലക്ഷദ്വീപിൽ നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ അത്തരത്തിലുള്ള യൂണിറ്റുകൾക്ക് നമുക്കൊരു 10 lakhs വരെ ക്യാപിറ്റൽ സബ്സിഡി ഈ സ്കീം വഴി കിട്ടുന്നതാണ്. ഇനി നമുക്ക് മത്സ്യ അല്ലെങ്കിൽ ഫിഷിംഗ് മേഖല നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട 2 സ്കീമുകളാണ് ഉള്ളത്. ഒന്ന്, അപ്പം ബേസിക്കലി സബ്സിഡി ഞാൻ ഈ പറഞ്ഞ 2 ടൈപ്പാണ്. ഒന്ന് പലിശയിൽ ഇളവ് കിട്ടുക, രണ്ടാമത് ഒരു ക്യാപിറ്റൽ സബ്സിഡി പോലെ ഒരു തുക നമുക്ക് ലഭിക്കും. അപ്പോൾ മത്സ്യ മേഖലയിലാണെങ്കിൽ 2 സ്കീമുകളാണ് വരുന്നത്. ഒന്ന് FIDF, ഫിഷറീസ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട്. അതിലെന്തൊക്കെയാണ് നമുക്ക് ബോട്ട് വാങ്ങാൻ കിട്ടും. അതുപോലെ തന്നെ ഈ ഫിഷിംഗ് പ്രോസസ്സിങ് യൂണിറ്റുകൾ, ഇപ്പോൾ നമ്മൾ ടൂണ പിടിച്ചിട്ട് മാസമാക്കുന്നുണ്ടെങ്കിൽ മാസിൻ്റെ ചെയ്യുന്ന പ്രോസസ്സിന് അതിനൊക്കെ കുറച്ച് ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങൾ വേണമെങ്കിൽ അതിനുള്ളത് കിട്ടും. അതുപോലെ ടൂണയുടെ അച്ചാർ, പിക്കിൾസ്, ഇതുപോലത്തെ സാധനങ്ങൾ കിട്ടും. ഒരു ഹാർബർ ഡെവലപ്പ് ചെയ്യാൻ കിട്ടും. ഐസ് ബോക്സും ഐസ് പ്ലാന്റുകൾ ഡെവലപ്പ് ചെയ്യാൻ കിട്ടും. ഐസ് സ്റ്റോറേജ് ചെയ്യുന്ന സ്റ്റോറേജ് യൂണിറ്റുകൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഫിഷിംഗ് പോകുന്ന ബോട്ടുകൾ നിങ്ങൾ മോഡേൺ ടെക്നോളജീസ് കൊണ്ടുവരുന്ന ആ ടെക്നോളജിക്ക് നിങ്ങൾക്ക് കിട്ടും. അതുകൂടാണ്ട് ഇൻലാൻഡ് ഫിഷിംഗ് ആയിട്ട് പല പരിപാടികളും ചെയ്യില്ല. ഇപ്പം മത്സ്യങ്ങൾ, അതായത് ഇപ്പോൾ നമ്മുടെ ഓർണമെൻ്റൽ ഫിഷസ് ധാരാളമുണ്ട്. അപ്പോൾ ഓർണമെൻ്റൽ ഫിഷസ് നമ്മൾ ചെയ്യാനായിട്ട് ഒരു ബ്രൂഡിങ് യൂണിറ്റും ഹാച്ചറിയും പോലത്തെ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യണം. അതിനൊക്കെ ഈ FIDFൻ്റെ അത് സബ്സിഡി അവൈലബിൾ ആണ്. FIDFും പ്രധാനമന്ത്രി മത്സ്യസംബന്ധ യോജനയും തമ്മിലുള്ള വ്യത്യാസം കഴിഞ്ഞാൽ FIDFൻ്റെ അകത്ത് നമുക്ക് ഇൻട്രസ്റ്റ് സബ്സിഡിയാണ് വരുന്നത്, മറ്റേ നമുക്ക് ക്യാപിറ്റൽ സബ്സിഡിയും കിട്ടും. അപ്പോൾ നമുക്ക് ഈ 2 സ്കീമും ക്ലബ് ചെയ്തിട്ട് തന്നെ ഒരു ആക്ടിവിറ്റി എടുക്കാൻ പറ്റും. നിങ്ങളൊരു ബോട്ട് വാങ്ങാൻ പോകുകയെന്ന് വിചാരിക്കാം, ഒരു മത്സ്യ ബോട്ട് വാങ്ങാൻ പോവാണ്. അത് നിങ്ങൾക്ക്
3% പലിശ അളവോട് കൂടിയ ബോട്ട് വാങ്ങാം, അതിന് 30% ക്യാപിറ്റൽ സബ്സിഡിയും കിട്ടും. അപ്പം ഇത് വളരെ ഒരു നമുക്ക് സാധാരണ നമ്മുടെ കോൺട്രിബ്യൂഷൻ കൂടാണ്ട് ഗവൺമെൻറ് ഒരു സബ്സിഡിയും കൂടി ഇതിൻ്റെ അകത്ത് കിട്ടുന്നൊരു കമ്പോണൻ്റ് ഉണ്ട്. അപ്പം അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാങ്കുകളൊക്കെ ഈ സ്കീമിൽ ലെൻഡ് ചെയ്യാനും അല്ലെങ്കിൽ ഇതിൽ ലോൺ തരാനും ദേ ആർ ഈഗർ ടു ഇറ്റ്, ബിക്കോസ് ഒരു ടാർഗറ്റ് സെഗ്മെൻ്റ് ഉണ്ട് ബാങ്ക്സിന് എത്ര ഈ മേഖലയിൽ ലെൻഡ് ചെയ്യണം എന്നുള്ളതും പ്രൈവറ്റ് സെക്ടർക്ക് ലോൺ കൊടുക്കണം എന്നൊക്കെ ബാങ്കിന് ഒരു ടാർഗറ്റ് സെഗ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ടാർഗറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ബാങ്കും വളരെ അഗ്രസീവായിട്ട് ഇതിനകത്തൊക്കെ ലോൺ കൊടുക്കാൻ താല്പര്യപ്പെടുന്നതാണ്. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൻപുറത്തെ ഒരുപാടുള്ള ഈ പലഹാര കടികളൊക്കെ ഉണ്ടാവും. ഓക്കെ, ലക്ഷദ്വീപിൽ അതുപോലെ തന്നെ തനതായ കുറേ നാടൻ കടികളുണ്ട്. ഇപ്പോൾ നമ്മുടെ ദീപുണ്ട, ദീപലുവ, അതുപോലെ കുറേ രസകരമായ പല പലഹാരങ്ങളുണ്ട്. ഇത് ഗ്ലോബലി ബ്രാൻഡ് ചെയ്യുന്ന കുറേ സ്റ്റാർട്ടപ്പുകൾ ഇപ്പം നമുക്ക് നാട്ടിലുണ്ട്. ഇപ്പം കോഴിക്കോടൻ ഹലുവ ബ്രാൻഡ് ചെയ്ത് വരുന്ന കമ്പനികൾ, ഫുൽവ എന്ന് പറയുന്ന കുറേ കമ്പനികൾ. നമ്മുടെ ഈ ലക്ഷദ്വീപിലെ വിഭവങ്ങളായിട്ടുള്ള ഇപ്പോൾ ഈ മാസമീനും അതുപോലെ തന്നെ ഈ നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിലൊക്കെ ഗ്ലോബലി ബ്രാൻഡ് ചെയ്യാൻ കുറേ നല്ല യങ് എനർജറ്റിക് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ് മൈൻഡ് ഓറിയൻ ഒരുപാട് വരാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ സബ്സിഡി സ്കീമുകളൊക്കെ എടുത്തിട്ട് ഈ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കി ധാരാളം എൻ്റർപ്രണേഴ്സിനകത്ത് വരാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ ദീപാലുവയും ദീപുണ്ടൊക്കെ ഗ്ലോബലി ഫേമസ് ആവാൻ പറ്റും. ഒരുപാട് മാർക്കറ്റ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, തായ്ലാൻഡ് പോയപ്പോൾ നമുക്ക് നമ്മുടെ സാധാരണ വെർജിൻ കോക്കനട്ട് ഓയിലൊക്കെ വളരെ ബ്രാൻഡഡ് ആയിട്ട് നമ്മുടെ നാട്ടിൽ ഒരു 600-700 രൂപ കിട്ടുന്ന സാധനം ഓൾമോസ്റ്റ് 5,000-6,000 റുപ്പീസിനാണ് അവിടെ വിൽക്കുന്നത്. സോ ഇത് നമ്മൾ ചെയ്യുന്ന അതേ പ്രോസസ്സ് തന്നെയാണ് ഇവർ ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഡിമാൻഡ് അവിടെ എത്തിയപ്പം വളരെ അതിൻ്റെ ബ്രാൻഡ് ചെയ്ത രീതികളൊക്കെ ആയപ്പോൾ മാറിപ്പോയി. സോ അതിൻ്റെ വലിയൊരു ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ധാരാളമുണ്ട്. ഈവൻ നമ്മുടെ ഇളനീര് പോലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇളനീര് പോലും ബ്രാൻഡ് ചെയ്ത് കൊണ്ടുകൊടുക്കുന്നത് സ്നോബോൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ഷെല്ലെല്ലാം മാറ്റിയിട്ട് ജസ്റ്റ് കപ്പിൽ സെർവ് ചെയ്യുന്നത് പോലും വളരെ ഡിഫറെൻ്റ് ആയിട്ട് കൊടുക്കും. അതിനൊക്കെ വളരെ പ്രൈസ് ടാഗോടുകൂടിയാണ് അവർ സെല് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇവിടെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന മേജർലി 2 കാര്യങ്ങൾ, കോക്കനട്ട് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സും അതുപോലെ തന്നെ നമ്മുടെ ഫിഷിംഗ് ട്യൂണ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സും കൂടിയാണ്. അത് ഈ സ്കീമിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ AF പോലത്തെ സ്കീമും PMFMയും ഒക്കെ ക്ലബ് ചെയ്തിട്ട് നല്ല എൻ്റർപ്രണേഴ്സ് ഒന്ന് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വലിയൊരു മാറ്റം തന്നെ ലക്ഷദ്വീപിൻ്റെ അഗ്രി സ്പേസിൽ ചെയ്യാൻ പറ്റും. അതുപോലെ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഈ സൺബേർഡ് പോലെ നമ്മുടെ ഈ തേങ്ങ ഓല വെച്ചിട്ട് നമുക്ക് സ്ട്രോ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ, ലക്ഷദ്വീപിൽ ഇപ്പം കറൻ്റ്ലി ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് സ്ട്രഗിൾ ഉണ്ടല്ലോ. പ്ലാസ്റ്റിക് സ്ട്രോ ആണെങ്കിൽ അത് ഡീജനറേറ്റ് ചെയ്ത് പോകാൻ ഒരുപാട് കാലങ്ങളുണ്ടാവും. അത് ഇവിടെ തന്നെ കിടന്ന് നമ്മുടെ മൈക്രോ പ്ലാസ്റ്റിക്സൊക്കെ ആയി നമ്മുടെ തന്നെ ഫുഡ് ചെയിനിൽ സർക്കുലേറ്റ് ചെയ്യുന്നൊരു പ്രോബ്ലം വരും. അതൊക്കെ നമുക്ക് റീസൈക്കിൾ ഇതുപോലത്തെ തെങ്ങിൻ്റെ ഓല വെച്ചിട്ടുള്ള സ്ട്രോകൾ വെച്ചിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഹ്യൂജ് ഡിമാൻഡാണ്. നമുക്ക് സർപ്ലസ് ആയ റോ മെറ്റീരിയൽ ഇവിടെ അവൈലബിൾ ആണ്. അത്തരത്തിലൊരു ഓപ്പർച്യൂണിറ്റീസ് ധാരാളം ഇവിടെ ഉണ്ട്. വേറൊരു സെഗ്മെൻറ്റ് അഗ്രികൾച്ചർ ഓപ്പർച്യൂണിറ്റി എനിക്ക് പറയാനുണ്ടെങ്കിൽ മഷ്റൂം ഫാമിംഗ് ആണ്. വളരെ ലിമിറ്റഡ് സ്പേസിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് ഈ മഷ്റൂം ഫാമിംഗ്. മഷ്റൂം നല്ലൊരു റിച്ച് സോഴ്സ് ഓഫ് ഫൈബർ ആൻഡ് പ്രോട്ടീൻ സോഴ്സാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും നമുക്കൊരു ചലഞ്ചസ് ഇല്ലാണ്ട് ഇവിടുത്തെ ഈ ക്ലൈമറ്റിൽ നമുക്ക് മഷ്റൂം ഫാമിംഗ് നന്നായിട്ട് ചെയ്യാനും പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കേരളത്തിൽ ഇപ്പോൾ നമുക്ക് കണ്ണൂർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ധാരാളം മഷ്റൂം യൂണിറ്റ്സ് ഇതുപോലെ വരുന്നുണ്ട്. കുറച്ചും കൂടി മോഡേൺ ടെക്നോളജീസ് വെച്ച് ചെയ്യുന്ന യൂണിറ്റുകളുണ്ട്. അറ്റ്ലീസ്റ്റ് ഇവിടുത്തെ ആൾക്കാർക്കും സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട് നല്ല ക്വാളിറ്റി മഷ്റൂംസ് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. ഡയറി മേഖലയിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒരു മാർക്കറ്റും എത്രത്തോളം നമുക്ക് കൺസിഡർ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പം ഡയറി മേഖലയിൽ തന്നെ AHDF പോലത്തെ കുറേ സബ്സിഡി സ്കീമുകളുണ്ട്. നേറ്റീവ് വെറൈറ്റീസ് ആയ ഡയറി ആനിമൽസ് ഉണ്ടെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഗൂഗിൾ മിഷൻ പോലത്തെ സ്കീമുകളൊക്കെ ഉണ്ട്. പക്ഷേ അതിനൊക്കെ ഒരുപാട് സ്പേസ് റിക്വയർമെൻ്റ് ഉള്ളത് ഒരു ചലഞ്ചായിട്ട് എപ്പോഴും നിൽക്കും. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹരിത ചിന്തകൾ. ഈ പരിപാടിയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി ഷബീർ അഹമ്മദ് KK. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് സബീന ബി, കേളാസ് റാംബി. ഏവർക്കും നന്ദി, നമസ്കാരം.